സമരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഹൈക്കോടതി വിധി നടപ്പിലാക്കുക. ഹൈക്കോടതി വിധി വന്നിട്ട് 2 കൊല്ലമായിട്ടും നടപ്പിലാക്കാത്ത ഈ ഭരണാധികാരികൾക്കെതിരെ, ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഈ 2 കമ്പനികൾക്കെതിരെ ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അയ്യങ്കുഴിക്കാർക്ക് നീതി ലഭിക്കണം. അയ്യങ്കുഴി ജനതയുടെ വരുന്ന തലമുറയ്ക്കെങ്കിലും, ഞങ്ങളുടെ കാലം കഴിഞ്ഞു, ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധജലം കുടിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഞങ്ങളിവിടുന്ന് പുനരധിവസിപ്പിക്കണമെന്നുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. നമ്മൾ 2 റെഡ് കാറ്റഗറി കമ്പനികളുടെ നടുക്ക് കിടക്കുന്ന ഒരു ജനവാസ മേഖലയെന്ന് ഇവർ പറയുന്ന ഈ 9 ഏക്കറിൽ താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ഒരു 42 കുടുംബങ്ങളുണ്ട്. പക്ഷേ 42 കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഒരു 10 വർഷമായിട്ട് വാടകയ്ക്ക് പോയേക്കാണ്. കുട്ടികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഭീമമായ വാടക കൊടുത്ത് വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് സ്ഥലം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ മാറി താമസിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജില്ലാ കളക്ടറോടാണ്. ഞങ്ങളുടെ ഈ 2 റെഡ് കാറ്റഗറി കമ്പനികളുടെ ഇടയിൽപ്പെട്ട് കിടക്കുന്ന ഞങ്ങളെ രക്ഷിക്കാൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇത് പലതവണ ഞങ്ങൾക്ക് പൊല്യൂഷൻ ടെസ്റ്റ്, അത് ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നതല്ലാതെ ഇതിവിടെ അനുകൂലമായി ഞങ്ങൾക്കിവിടെ പൊല്യൂഷൻ ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക്? അതായത് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുന്നു, ഇവിടെ ഉള്ളവർക്ക് പൊല്യൂട്ടഡ് ആണ്, പ്രശ്നമുണ്ട് എന്ന് റിപ്പോർട്ട് വന്നിട്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്തി അതിൽ നമ്മൾക്ക് ഭീമമായ അസുഖമുണ്ടെന്ന് പറയുന്നു. എല്ലാ റിപ്പോർട്ടുകളും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും പിന്നെയും അദ്ദേഹം കോടതിയിൽ പിന്നെയും അഫിഡവിറ്റ് വെച്ച് പിന്നെയും പൊല്യൂഷൻ ടെസ്റ്റ് നടത്താൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജില്ലാ കളക്ടർ ചെയ്തതിന് വ്യക്തമായ ഉത്തരം അദ്ദേഹം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിൽ ഈ ന്യൂസ് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ പ്രശ്നം ജനകീയമാക്കി തന്നെയെന്ന് ഞാൻ അരുൺകുമാർ സാറിനോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് പറയുന്നില്ല, അപ്പോൾ വേറെ സ്ഥലം മാറി പോകാൻ പറ്റുന്ന സാഹചര്യം എന്നുള്ള ആളുകളല്ല. ഞങ്ങൾ അങ്ങനെയുള്ളവരാരുമില്ല സാർ. ഇവിടെ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ വീടുകൾ ഒരു 80 വർഷം മുമ്പുണ്ടായ ഒരു ഏരിയ പോലെയാണ് ഞങ്ങളുടെ സ്ഥലം ഇപ്പോഴും കിടക്കുന്നത്. പൊളിഞ്ഞ് ഏത് സമയവും പൊട്ടി വീഴാറായ വീടുകളാണ് ഞങ്ങൾക്ക്. ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു രീതിയിലുമല്ല ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജില്ലാ കളക്ടർക്കെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ്. ഇവിടെ താമസിക്കാൻ നല്ല പാടാണ്. അസുഖങ്ങളുണ്ട് കുറേ, പിന്നെ ശ്വാസം മുട്ടൽ, ചുമ, അതേപോലത്തെ. സ്ഥലം ആരെ ഏറ്റെടുക്കണം എന്നുള്ളത് ഞങ്ങൾ വെച്ചത് ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട 2 കമ്പനികളാണ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് കമ്പനി രൂപീകരിച്ച് വലുതാക്കി. അതിന് ഉത്തരവാദികൾ കമ്പനികളാണ്. അപ്പോൾ അവർക്കെതിരെയാണ് ഞങ്ങൾ 14 വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ 2 കമ്പനികളും ഞങ്ങൾക്ക് ഇനിയൊരു പ്രൊജക്റ്റ് ഇല്ലെന്ന് BPCLും ഞങ്ങൾ പാപ്പരാണെന്ന് HOCയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സർക്കാരിനോട്, ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണെന്നുള്ള നിലയ്ക്ക് സർക്കാരിനോട് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഈ കമ്പനികളെ രക്ഷിച്ചുകൊണ്ട് സർക്കാർ പറഞ്ഞു അത് ഞങ്ങൾ പരിഹരിക്കാം, ഞങ്ങളത് ഏറ്റെടുക്കുന്നു എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സർക്കാർ പല പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കിൻഫ്ര പോലുള്ള സ്ഥാപനങ്ങളെ കൊണ്ടുവരികയും ഈ സ്ഥാപനങ്ങൾക്ക് ഈ കേവലം 9.5 ഏക്കർ മാത്രമുള്ള അയ്യങ്കുഴി പ്രദേശം വേണ്ടെന്നും അവർക്ക് 35 മുതൽ 50 ഏക്കറോളം സ്ഥലം വേണമെന്നും ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് നമ്മുടെ കളക്ടർക്ക് ഇടപെട്ടിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മുരളീധരൻ അന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അധിപതിയായിരുന്നു. അതിൻ്റെ ഒരു ടെസ്റ്റ് ഇവിടെ നടത്തുകയും ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്ഥാപിക്കാനായിട്ട് ഈ 9.5 ഏക്കർ സ്ഥലം ആപ്റ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഇത് ലോകബാങ്കിൻ്റെ ഫണ്ടിങ് ആയതുകൊണ്ട് കുറച്ച് താമസമെടുക്കുമെന്ന് പറയുകയും ആ താമസം 1.5 കൊല്ലമാണ് പറഞ്ഞത്. ആ 1.5 കൊല്ലത്തിന് ശേഷവും നടക്കാത്ത ഒരവസ്ഥയിൽ സർക്കാർ ആ പദ്ധതിയും ഉപേക്ഷിച്ചു. ഇപ്പോൾ 42 കൊല്ലത്തോളായി ഞങ്ങൾ ഈ ദുരിതങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ട്. കാരണം കൊച്ചിൻ റിഫൈനറി വന്ന നാൾ മുതൽ സത്യം പറഞ്ഞാൽ റിഫൈനറി ഇങ്ങോട്ട് വരുമായിരുന്നു. ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. കാരണം പാരമ്പര്യമായിട്ട് ഇവിടെ നമ്മൾ ജനിച്ചു വളരുകയും ആ സ്ഥലത്തേക്ക് 2 കമ്പനികൾ, മാരകമായ 2 കമ്പനികൾ കൊണ്ടുവന്നത് സർക്കാരാണ്. അപ്പം ഞങ്ങളുടെ ജീവനും സ്വത്തിനും വില നൽകുന്നതിന് പകരം അവർ കമ്പനിയുടെ വികസനം കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നതല്ലാതെ ഞങ്ങൾക്ക് നീതി തരുവാൻ ഈ 2 സർക്കാരും തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന, കാരണം പെട്രോളിന്റെയും കെമിക്കലിന്റെയും ഇടയിലാണ് ഞങ്ങൾ കിടന്ന് താമസിക്കുന്നത്. കാരണം ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് മാരകമായ വിഷമാണെന്ന് ഈ സർക്കാർ 2 സർക്കാരിനും, കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അറിയാവുന്നതാണ്. എന്നിട്ടും ഈ 4 മതിൽക്കെട്ടിനുള്ളിൽ ഞങ്ങളെ ഇട്ടുകൊണ്ട് വേറെ സ്ഥലങ്ങൾ തേടി പോകുമ്പോൾ ഈ സർക്കാരായാലും ഈ കമ്പനി ആയാലും വിചാരിക്കണം ഞങ്ങളിവിടെ ഈ വികസനം കൊണ്ടുവന്ന കണ്ടിട്ടല്ലോ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ കിടന്ന് ഈ ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് നീതി വേണം എന്ന് ചിന്തിക്കേണ്ട ഒരു മാനസിക പരിഗണന ഈ സർക്കാരോ അല്ലെങ്കിൽ ഈ 2 കമ്പനികൾ എടുക്കാത്തത് എന്താണ് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഹൈക്കോടതി വരെ ഞങ്ങൾക്ക് നീതി ഇത് വന്നിട്ട് അത് നടപ്പിലാക്കാൻ ഈ ജില്ലക്കാർക്ക് തയ്യാറാകണ്ട. വീണ്ടും പൊല്യൂഷൻ ടെസ്റ്റ് അല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഞങ്ങളുടെ ഈ 4 മതിൽക്കെട്ട് റെഡ് കാറ്റഗറിയിൽപ്പെട്ട 2 കമ്പനി, അതായത് ഓരോ കമ്പനിക്കും ഓരോ കാറ്റഗറി വെച്ചിട്ടുണ്ട്. വൈറ്റ്, അതുപോലെ ഗ്രീൻ,
ഓറഞ്ച്, അതുപോലെ റെഡ് കാറ്റഗറി ഏറ്റവും കൂടിയ കാറ്റഗറിയാണ്. ഒരു വ്യവസായ മന്ത്രി ആദ്യം പരിഗണിക്കേണ്ടത് ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട 2 കമ്പനിയുടെ മതിൽക്കെട്ടിനുള്ളിൽ കിടക്കുന്ന ജനങ്ങളെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഇതാണ് ഒരു വ്യവസായ മന്ത്രി ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം പോലും ഞങ്ങൾക്ക് നീതി തരാതെ കൊണ്ട് ഈ കളക്ടറെ വിട്ടുകൊണ്ട് ഈ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ശക്തമായിട്ട് അറിയണം. കാരണം ഇനി പൊല്യൂഷൻ ടെസ്റ്റ് അല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ തലമുറകൾ പലരും കടന്നുപോയി. ഇനി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കണം. അവർക്ക് ശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ എനിക്ക് ശ്വാസം മുട്ടല്, അതുപോലെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കാരണം ഹൃദയത്തിലേക്കുള്ള നമ്മുടെ രക്തോട്ടം നിലച്ചു പോകാൻ ശ്വാസം മുട്ടൽ വരുമ്പോൾ. അപ്പോൾ അത് വളരെ അപകടകരമാണ്. ഇവിടുന്ന് മാറി താമസിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞിട്ടും 7 മാസത്തോളം മാറി താമസിച്ചു. അതിലൂടെ നമുക്ക് മാറി താമസിക്കാൻ പറ്റില്ല. ഇനി മരണമാണെങ്കിൽ മരണം, അത് 2 കൈ നീട്ടി സ്വീകരിക്കും. ഞങ്ങളുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ട വന്നിട്ടുണ്ട്. ആ മെഡിക്കൽ ട്രസ്റ്റ് ആദ്യം ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നുള്ള റിപ്പോർട്ട് സഹിതം മെഡിക്കൽ ട്രസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടും ഇതിൻ്റെയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി ഇവിടെ. ഈ മെഡിക്കൽ ക്യാമ്പിൽ 80ഓളം പേര് പരിശോധിച്ചാലും 40ഓളം പേർക്ക് ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങളും അതിൽ അതിതീവ്രമായ COPD ഉൾപ്പെടെയുള്ളവർ അന്ന് തന്നെ 7ഓളം പേരെ കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഓരോരുത്തർക്കായിട്ട് പുതിയതായിട്ട് COPD അത് നമ്മൾ പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്.